Let's read Psalm 78, 23. സങ്കീർത്തനം 78 അധ്യായം 23 വാക്യം. Psalms 78, 23. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷ് ഒന്ന് ഉറക്കടെ ഒന്ന് വായിച്ചേ. Yet he commanded the skies above and opened the doors of heaven. Yet he commanded to the clouds above and opened the doors of heaven. Hallelujah. What was the inspiration I received from God? ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ സഭയോട് പറയുക, Amen, God is going to command and new doors are going to open for you. Hallelujah. പുതിയ വാതിൽ ദൈവം നിനക്കായി തുറക്കാൻ പോവുകയാണ്. Praise the Lord. Amen. That will be in your spiritual life. That will be in your physical life. That will be in your official life. Anywhere. A door is going to open. Door open ചെയ്യണമെങ്കിൽ ഡോർ എങ്ങനെയായിരുന്നു ആദ്യമേ? If door want to be open, the door was closed. Praise the Lord. അടഞ്ഞ വാതിലായിരുന്നു. സ്തോത്രം. Praise God. ഒരിക്കലും തുറക്കില്ലെന്ന് നിർബന്ധത്തോടിരുന്ന വാതിലായിരുന്നു. But what happened? God commanded. ദൈവം കൽപ്പിച്ചു. സ്തോത്രം. എന്ത് സംഭവിച്ചു? വാതിലുകൾ തുറന്നു. ദൈവത്തിന് സ്തോത്രം. Amen. God commanded and the doors opened for you. ഇന്ന് പകൽ ഞാൻ എന്ത് പറയണം? Amen. അടഞ്ഞ വാതിൽ ദൈവം കൽപ്പിച്ചിട്ട് എനിക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Hallelujah. See, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് if you have to think that, meditate in detail. If this door is closed, we are not able to move forward. മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മളെ ബ്ലോക്ക് ചെയ്യും. സ്തോത്രം. ഒരു ബ്ലോക്കിംഗ് സംഭവിക്കുകയാണ്. അപ്പൊ ഇതിന്റെ സ്പിരിച്വൽ ലൈഫിലെ ബ്ലോക്കിനെ ദൈവം മാറ്റാൻ പോവുകയാണ്. സ്തോത്രം. നിന്റെ ഒഫീഷ്യൽ ലൈഫിലെ ബ്ലോക്കിനെ ദൈവം എന്ത് ചെയ്യാൻ പോവാ? മാറ്റാൻ പോവുകയാണ്. സ്തോത്രം. എവിടെല്ലാം തടസ്സങ്ങൾ, എവിടെയെല്ലാം ഒരു തടസ്സം ആമേൻ ശത്രു നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ, യുവർ ഫാദർ ഗോഡ് ഈസ് സേയിങ് ദാറ്റ് I will command, I am going to command, I command, the door will open for you. Praise the Lord. Hallelujah. സ്തോത്രം. ആമേൻ. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ചെയ്യാൻ പോകുന്നത്. Why God interfere in that? God relays the truth. There is no one to help my child. I am the only one person to help my child. So I commanded. അതുകൊണ്ട് ഞാൻ കമാൻഡ് ചെയ്തു. തുറക്കാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു ദൈവം. സ്തോത്രം. അത് 2026 നിന്നോടുള്ള ഒരു പ്രോമിസ് ആണ്. സ്തോത്രം. ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗോഡ്. 2025 വരെ ശത്രു ക്ലോസ് ചെയ്ത് വെച്ചു. ഇനിയും ക്ലോസ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം എന്താറിയാമോ? God commanded, it will open for you. Thank you. Believe and receive the word of God. It's not my word, it's a promise of God. Hallelujah. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ചിന്തിക്കും, okay, what is the specialty when God is opening a door? ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിന്റെ പ്രത്യേകത എന്താണ്? യെശയ്യാ 22:22 ഒന്ന് വായിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയും. യെശയ്യാ 22:22. And I will place on his shoulder the key of the house of David. He shall open and none shall shut, and he shall shut and none shall open. Praise the Lord. ദൈവം വാതിൽ തുറന്നുള്ള പ്രത്യേകത, അതിന്റെ രണ്ട് റീസൺ ഉണ്ട്. Why God commanded to open a door for you. ഒന്നാമത്തെ പ്രത്യേകത, ഫസ്റ്റ് സ്പെഷ്യാലിറ്റി, God realized that there is no one in the world
to open a door for you. ഈ ഭൂമിയിലെ ആർക്കും നിനക്കൊരു വാതിൽ തുറന്നു തരാൻ കഴിയുകയില്ല. രണ്ടാമത്തെ റീസൺ, സെക്കൻഡ് റീസൺ, the door which is going to open for you, nobody can close it. Hallelujah. Amen. Nobody can open it. God will open it. Nobody can close it. God has opened the door for you. Hallelujah. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Hallelujah. So believe a door is going to open by God for you, which nobody can close it. ആർക്കും അടയ്ക്കുവാനോ തടയുവാനോ ബ്ലോക്ക് ചെയ്യുവാനോ കഴിയാതെ വണ്ണം നിനക്ക് വേണ്ടി വാതിൽ ദൈവം തുറക്കുവാൻ പോകുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇമ്പോസിബിൾ ആയ കാര്യത്തെ ദൈവം പോസിബിൾ ആക്കുന്നു. പോസിബിൾ ആയ കാര്യത്തെ ആമേൻ ദൈവം എവർ ലാസ്റ്റിംഗ് ആക്കുന്നു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. God will never allow any man to help you to open a door. നിനക്ക് വേണ്ടി ഒരു മനുഷ്യനെ കൊണ്ടുപോലും ഒരു വാതിലും തുറക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം ആ വാതിൽ നാളെ അടഞ്ഞു പോകും. പക്ഷെ ദൈവം തുറക്കുന്ന വാതിൽ ഒരിക്കലും അടയ്ക്കുവാൻ ആർക്കും കഴിയില്ല. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. സോ ഏഷ്യ 43:6 നമുക്ക് കാണാൻ പറ്റും. God is commanding to north. എന്താണ്? അവൻ വടക്കിനോട് എന്ത് പറഞ്ഞു? തെരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. തെക്കിനോട് തടുത്തു വെക്കരുതെന്നും എന്ത് ചെയ്യും? കൽപ്പിക്കും. I will say to the north, give up, and to the south, do not withhold. Don't keep them back. Don't hold them back. സ്തോത്രം. നന്മ നിനക്കുണ്ട്, പക്ഷെ തരില്ലെന്ന് പറഞ്ഞ വാദിക്കുന്ന ശക്തികളുണ്ട്. സ്തോത്രം. ആ ശക്തിയോട് ദൈവം പറയുക, തടുത്തു വെക്കരുത്. തരിക തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം കൽപ്പിക്കാൻ പോവുകയാണ്. God will command to the power who is holding your blessing, don't hold it, give them to my people. സ്തോത്രം. അതാണ് ആ കമാൻഡ്മെന്റ് പ്രത്യേകത. Praise the Lord. അപ്പൊ നമ്മൾ പറഞ്ഞു ദൈവം വാതിൽ തുറക്കാൻ പോകുന്നു. God is going to open a door. That is an everlasting blessing. If God will open, nobody can close it. But if you run behind the world, if you run behind the man, they will also will say that through me I will open a door for you. മനുഷ്യരുടെ പുറകെ പോലെ അവർ പറയും, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാം, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാം. പ്രൈസ് ഗോഡ്. ഇത് 2026 ഒരു പ്രതിഭാസമല്ല. This is not happened in 2026. It happened from the Garden of Eden. തോട്ടത്തിൽ വെച്ച് ആരംഭിച്ച പിശാചിന്റെ പദ്ധതിയായത്. Depend on man, depend on any person other than God. ദൈവത്തിൽ ഒഴിച്ച് ബാക്കിയുള്ളവരിൽ ആശ്രയിക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇല്ലേ? ജെനസിസ് ചാപ്റ്റർ 3:5 എന്ന് വായിച്ചേ. ഇങ്ങനെ he was having roaming around the Garden of Eden. Suddenly devil came near to her. പാപ സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ ചെയ്യും. Devil is telling to whom? Eve. എന്താ വായിച്ച ഇംഗ്ലീഷിൽ? But the serpent said to the woman, you will not surely die, for God knows that when you eat of it, your eyes will be opened. If you obey me, I will also open something for you. Your eyes will be opened. Praise God. പിശാചും പറഞ്ഞെന്താണ്? ദൈവം പറഞ്ഞു, God is commanding, I am going to open. Devil is also tempting you to say that I will also open. Devil is telling, eat the fruit, your eyes will be open. കണ്ണ് തുറന്നോ? Really eyes opened? അതിന്റെ 7 എന്ന് വായിച്ചേ. അവനും തിന്നു, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു. നോക്കിയേ. Then the eyes of both Adam and Eve ate that fruit.
പിശാച്, as devil told them, their eyes were opened. അവരുടെ കണ്ണുകൾ തുറന്നു. Praise God. Hallelujah. പക്ഷേ പിശാചിന്റെ ശബ്ദം കേട്ട ആദത്തിന് ഇവനും കണ്ണുകൾ തുറന്നെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ തോട്ടത്തിലേക്കുള്ള വഴി എന്നേക്കുമായി അടഞ്ഞു. സ്തോത്രം. If you read chapter 3, 23 and 24, അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ദൈവത്തിന് സ്തോത്രം. Therefore the Lord God sent him out from the garden of Eden to work the ground from which he was taken. God threw him out, and the way was totally blocked for him. So God is telling you, if you believe God, if you believe the commandment of God, if you depend on God, He will open a door for you, which is an everlasting blessing. The moment you depend on any man, you will receive temporary blessings. You will receive temporary blessings which will lead you to permanent destruction. Hallelujah. താൽക്കാലിക സുഖങ്ങൾ നിന്നെ നിത്യമായ നാശത്തിലേക്ക് കൊണ്ടുവിടും. But what is the reality? We need temporary pleasures. We need temporary solutions. Hallelujah. We need temporary opportunities. So we will depend on man. We will depend on so-called prophecies. We will never depend on God. Stotram. I will use my brain. I will use my thoughts. I will go according to my will. എന്ത് തുറന്നു? കണ്ണ് തുറന്നു. കണ്ണ് തുറന്നെങ്കിലും വാതിൽ അടഞ്ഞു. സ്തോത്രം. മനസ്സാക ദൈവത്തെ സ്തുതിക്കുക. Temporary pleasures will lead you to permanent destruction. ദൈവത്തിന് സ്തോത്രം. Hallelujah. But God is telling you, it is to you the promise of God. I am going to open a door for you, which is a door of blessing, which is a blessing which is everlasting for you, which nobody can block it. Nobody can close it. Nobody can come near to that. I will open a door for you. Hallelujah. നിനക്കായി അവൻ വാതിൽ തുറക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇന്ന് പകൽ ഓർത്തോണം ദൈവമക്കളെ. The moment God realizes it's a time to act for my child, He will not wait for even 1 second. നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയമാകുമ്പോൾ ഒരു നിമിഷം പോലും എൻ്റെ പിതാവ്, നിന്റെ പിതാവ് വൈകുകയില്ല. സ്തോത്രം. The last moment, you believe that you are going to perish. The last moment, the right time, your father will be available for you. ദൈവത്തിന് സ്തോത്രം. എല്ലാം നശിച്ചു എന്ന് പറഞ്ഞ് നീ തന്നെ സ്വയം അടങ്ങി ഇല്ല, ഇനി രക്ഷയില്ല പിതാവേ, എൻ്റെ ജീവിതം അവസാനിച്ചത് പറയുന്ന അവസാന നിമിഷം വരെയും നിന്റെ അപ്പൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. He commanded to clouds. Doors of heaven were open. നിനക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? വഴികളെ തുറന്നു. ദൈവത്തിന് സ്തോത്രം. Praise the Lord. ഇനി how I can identify God is opening a door for me? ഇല്ലേ, നമുക്കറിയണമല്ലോ മനുഷ്യൻ തുറന്നതാണോ ദൈവം തുറന്നതാണോ? Praise God. Hallelujah. Acts chapter 12 and 10 എന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം. Peter was in jail. In midnight the angel came there, and angel of God told Peter, please follow me. And Peter wake up and he started following the angel of God. ദൈവത്തിന്റെ ദൂതനെ അവൻ പിന്തുടരുവാൻ തുടങ്ങി. 10ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് first gate opened.
second gate they open. ആര് ഓപ്പൺ ചെയ്തു? Angel opened the first gate and angel opened the second gate. അത് വായിച്ചു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അത് toughest gate എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. Automatically opened. അവർ പുറത്തിറങ്ങി. മതി. How you know that God is opening a way for you? Till you reach the destiny, you will feel miracles of God, seeing that all the doors will automatically open for you. Hallelujah. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം നിന്നെ മുന്നോട്ട് നടത്തിയാൽ ഒരു തടസ്സത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുകയില്ല. ആ ഡെസ്റ്റിനി നീ എത്തും. സ്തോത്രം. അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാമോ ദൈവം അത് ചെയ്തിരിക്കും. സ്തോത്രം. ആമേൻ, ആമേൻ. ഇരുമ്പ് വാതിൽ, ദ ടഫസ്റ്റ് ടാസ്ക് വരെ ഏഞ്ചൽ ഒന്നും ചെയ്തില്ല. ഏഞ്ചൽ ഡിഡ്ന്റ് ഡു എനിത്തിങ്. ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഓപ്പൺ ഇൻ ഇറ്റ്സ് ഓൺ അക്കോർഡ്. അത് സ്വതവേ എന്ത് ചെയ്തു? അങ്ങ് തുറന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നെങ്കിൽ ഓർത്തോണം, നീ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി, ഡെസ്റ്റിനിയിൽ ദൈവം എത്തിക്കും. സ്തോത്രം. ഡെസ്റ്റിനിയിൽ ദൈവം എത്തിക്കും. അതാ ദൈവത്തിന് തുറക്കുന്നതിന്റെ how you can resemble that, how you know that this door is opened by God. When you step forward, you will feel every moment all the obstacles, all the blockages, whatever was against me until yesterday, it is automatically moving away from me. Hallelujah. എല്ലാം തനിയെ മാറുന്നതായി കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ why God is going to open a door for? അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എനിക്ക് വേണ്ടി എന്തിനു വാതിൽ തുറക്കണം? Who am I? That's a question. Why God is giving a message, a promise? Why should he do it for me? Why he should command for me? അത് one-sided question. അതിന്റെ other side question എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, how I know this promise is for me? ദൈവം എനിക്ക് വേണ്ടിയാണോ ഈ മെസ്സേജ് പറയുന്നത്? How I know, how I to know that this message is for me? രണ്ട് ക്വസ്റ്റ്യനും ഒരേ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ആണ് കർത്താവ് പറയാൻ പോകുന്നത്. Why God is going to open a door for you? Amen. ഒന്നാമത്തെ റീസൺ, Revelations chapter 3, 7 and 8. ഫിലാദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഒരു വാതിൽ, I am going to open a door for you because you kept my word and didn't deny my name. രണ്ട് കാര്യങ്ങൾ കേട്ടോ. You kept my word. Praise God. നീ എന്റെ വചനം, നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു. Kept my word. The meaning is, what God has revealed to you, you accepted and abide in the word of God. Second thing, in all aspects of your life, all the situation of your life, you never denied your father's name. ഇത് രണ്ടും നീ ചെയ്തതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കാൻ പോയി. സ്തോത്രം. Praise the Lord. നമ്മുടെ ആദ്യത്തെ പ്രശ്നം എന്താണ്? We will not keep God's word. ദൈവവചനം നീ ജീവിതത്തിൽ പാലിക്കുകയില്ല. Either you are ready to abide in word, you will not completely abide in word. Maybe 99.99 you will abide, and 0.001 you are not abiding. God is saying it is not acceptable for your father. കുറച്ച് ഞാൻ അനുസരിക്കും,
കുറച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യും, കുറച്ച് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സില്ല. സൊസൈറ്റി പ്രോബ്ലമാ. My spiritual group is a problem. Society is a problem. My parents are problem. I will not abide in your word. I will compromise in your word. Praise the Lord. I will accept the word which I like. എനിക്ക് ഇഷ്ടമുള്ള വചനം മാത്രം ഞാൻ അനുസരിക്കും. Which is not, it's not good for me. I feel it's not good for me. I will not accept. Praise the Lord. ഇത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, you are not ready to proclaim that you are a child of God, denying my name. Praise God. Hallelujah. പലരും പ്രാർത്ഥനയ്ക്ക് വന്നാലും ആരും അറിയരുതെന്നാ പറയാം. Don't tell to anyone I am going for a prayer. നാടൻ ഭാഷ പറഞ്ഞാൽ don't tell anyone that I am a Pentecost. When I am with other people, I will join that people. I will never be a child of God every moment of my life. Praise God. When problems come in our life, I will start murmuring. I will start complaining. I will start losing my faith. I will say, I don't need this prayer anymore. You are denying my name. Praise God. Why you are complaining? Why you are murmuring? Why you are running from God? Because you are holding the breath God has given to you. The moment it depart from you, you are a dead body. Hallelujah. That time no complaint, no murmuring. You will not run away because you are dead in your spiritual life. Praise the Lord. Hallelujah. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് വചനേ മനസ്സിലായുള്ളൂ, അത് മുഴുവൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ആമേൻ. ആ അക്സെപ്റ്റ് ചെയ്ത വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ ദൈവത്തെ സേവിക്കുന്നുവെന്ന് ലജ്ജയില്ലാതെ പറയുവാൻ നീ തയ്യാറാകുന്നു. സ്തോത്രം. You never denied my name. John 8:31 പറയുന്നു, if you abide in word of God, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ ആരായി മാറി? എന്റേതായി മാറി. If you abide in word of God, you are related to me. You are connected to me. If you are not abiding in word of God, you are denying my name. You are away from me. Hallelujah. അല്ലേ? John 8:31 അങ്ങനല്ലേ പറയുന്നേ? എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായും ശിഷ്യന്മാരായി. You belongs to me. Really you belongs to me. എപ്പോഴാ? When you abide in word of God. സ്തോത്രം. Hallelujah. John 15:7 എന്ന് വായിച്ചേ. John 15:7. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. Praise the Lord. If you abide in me, my words abide in you, and my words abide in you. This is the will of God. നിങ്ങൾ എന്നിൽ വസിക്കണം, എന്റെ വചനം നിങ്ങളിലും വസിക്കണം. If you abide in me and my word shall abide in you. Praise God. Hallelujah. വചനം പ്രകാരം ജീവിക്കുക. മനുഷ്യന്റെ ആചാരപ്രകാരമല്ല, മനുഷ്യന്റെ കൽപ്പന പ്രകാരമല്ല, ദൈവവചന പ്രകാരം ജീവിക്കുക. Life according to the word of God. When you live a life according to the word of God, you are not denying his name. You belongs to Christ. കുരിശിൽ വെച്ച് മരിച്ചപ്പോൾ, even when he was dead, miracles happened. Suddenly all the people standing in the cross, they told, really he was a son of God. ഇവൻ വാസ്തവത്തിൽ ആരായിരുന്നു? ദൈവപുത്രനായിരുന്നു. സ്തോത്രം. He belongs to God. ആദ്യം ദൈവം പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇപ്പൊ ലോകം പറഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. Because he abide in word. He belongs to God. ആര് വചനത്തിൽ നിൽക്കുന്നുവോ
അവർ ദൈവത്തിന്റെ ജനമായി മാറും. സ്തോത്രം. When you depart, when you run away from the word of God, you are denying my name. എന്റെ നാമത്തെ നിങ്ങൾ നിഷേധിക്കുക. നിങ്ങൾ ഒരു റിബലിനായി മാറുക. നീ ഒരു നിഷേധിയായി മാറുക. സ്തോത്രം. ആര് വചനം സൂക്ഷിച്ചുവോ, ആരെന്റെ നാമത്തിന് വേണ്ടി നിന്നുവോ, അവർക്ക് വേണ്ടി ഞാൻ എന്റെ വാതിൽ തുറക്കാൻ പോവുക. സ്തോത്രം. I will open a door for you. Praise the Lord. Hallelujah. സ്തോത്രം. രണ്ടാമത് ദൈവം പറയുന്നു, why I am going to open a door for you. Matthew 3:16. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ യേശു സ്നാനപ്പെട്ടപ്പോൾ, when he was baptized, എന്ത് തുറന്നു? സ്വർഗം തുറന്നു. Praise God. Why heaven is opened? അതിന്റെ 13 തൊട്ട് വായിച്ചു, 13 to 15. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലിൽ നിന്ന് യോർദാനിൽ അവന്റെ അടുക്കൽ വന്നു. He came to Jordan. യോഹന്നാനോ അവനെ He came to John. He told John, baptize me. So what John is telling? യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. I want to get baptized by you. And you are telling, you are commanding me to baptize you. So what Jesus told? യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. John told him, I cannot do this. I want to be baptized by you. Jesus told, be committed, be obedient to fulfill the purpose of God. Amen. Be committed, be obedient to fulfill the purpose of God. When John committed and obeyed Christ's word, the moment of the baptism, heaven was open. Hallelujah. Stotram. Stotram. Why he is going to open a door for you? He is going to open a door for a person who is really committed and who is really obedient to the word of God. വചനം അക്സെപ്റ്റ് ചെയ്തു, വചനം അനുസരിക്കുന്നവർ, അതിനായി സമർപ്പിക്കപ്പെട്ടവർ. രണ്ട് വാക്ക് കേട്ടോ. Who are committed and obedient to the word of God. Praise God. ഇപ്പൊ പിശാച് വന്ന് പറഞ്ഞതിനറിയോ? Now what devil will see, when വചനം അങ്ങോട്ട് ഇട്ട് ചെയ്യുമ്പോൾ, when God is trying to sow the word of God, devil will come near to and try to take that word from you. അതിന് അവൻ എന്ത് പറയുന്നറിയാമോ? What he will say? Okay, Jesus baptized, heaven is open. He is God's beloved son. God will be always ready to open the doors of heaven for Christ, but he will never open the door of heaven for me. ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്രിസ്തുവിന് വേണ്ടി ദൈവം തുറക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ തുറക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടി തുറക്കത്തൊന്നുമില്ല. സ്തോത്രം. Praise the Lord. God will open the door of heaven for Christ, but it will never happen in our life. ഇതാണ് നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണോ? അല്ല, അത് ശരി. ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ആമേൻ. Acts 7:55 എന്ന് വായിച്ചു. Acts 7:55, 55, 56, 55, 56. Acts 7:55, 56. Stephen was filled with Holy Spirit. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി, he was looking to heaven. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും he is telling that the doors of heaven is open for me. ആരാ പറഞ്ഞത്? It's not Christ, a natural man, a human being named Stephen. He's saying that if the doors of heaven is open for Christ, it will be open for everyone. സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി മാത്രമല്ല, എനിക്കും നിനക്കും വേണ്ടി അവൻ തുറക്കും വാതിലുകൾ. സ്തോത്രം. Praise God. അത് മാത്രമാണോ? Revelations 4:1 പറയുന്നു, John was deported, isolated from the people in the island of Patmos. അവിടെ വെച്ച് അവൻ കണ്ട സ്വർഗീയ വിഷൻ, the heavenly vision. He is saying, 4:1 വായിച്ചേ.
അത്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ John is seeing that a door is open in heaven. And a voice coming from heaven is telling me, ഇവിടെ കേറി വരിക മതി. Come up here. Come up here. And I will show you what must take Praise place. God. A door is open for John and a voice is coming from heaven saying that come up here. Hallelujah. ക്രിസ്തുവിന് വേണ്ടി തുറന്ന സ്വർഗീയ വാതിൽ എനിക്കും നിനക്ക് വേണ്ടി തുറക്കുമെങ്കിൽ എത്രയധികമായി നിന്റെ നന്മയ്ക്കുള്ള വാതിൽ ദൈവം നിനക്കായി തുറക്കും. സ്തോത്രം. Praise God. Why you are not counting yourself valuable? You don't know who is your heavenly father. ഈ സ്വർഗീയ പിതാവ് ആരാ നമുക്ക് വാസ്തവമായും അറിയത്തില്ല. ആ പിതാവ് ആരെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ പിതാവിന്റെ മകനായ മകളായ എൻ്റെ പേര് എനിക്ക് അറിയാൻ കഴിയത്തുള്ളൂ. We don't know the value of my heavenly father. Because of that, even I don't know my value being a son of God, being a daughter of God. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ആമേൻ. Acts 16:25 വായിക്കുമ്പോൾ when Peter and so Paul and Silas was in the jail, they were start singing to God. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി they were worshiping God. Amen. വായിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. Many prisoners were watching them. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. Suddenly an earthquake happened there. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. Amen. വാതിലൊക്കെയും തുറന്നുപോയി. Doors were open. Hallelujah. Paul and Silas, you were committed. You were obedient. In the midst of the crisis, you were not murmuring against me. You were not complaining against me. In the midst of all the problems, you are glorifying my name. That was a real testimony. So in the midnight, when you believe, the world believe nothing will happen, my doors are open for you. Hallelujah. Committed and obedient. സമർപ്പിക്കണം ദൈവത്തിനായിട്ട്. അനുസരണമുള്ളവർ എങ്ങനെ സമർപ്പിക്കേണ്ടത്? വിത്ത് ഒബീഡിയൻസ്. കർത്താവേ, വചനം സൂക്ഷിക്കുക മാത്രമല്ല, വചനം അതുപോലെ ഞാൻ അനുസരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. യെശയ്യാ 45:1-2. എന്തുകൊണ്ട് നിനക്ക് why God is going to open the door for you. Hallelujah. യെശയ്യാ 45:1-2. Thus says the Lord to his anointed, to Cyrus, whose right hand I have grasped, to subdue nations before him, and to loose the belts of kings, to open doors before him, the gates may not be closed. I will go before you and level the exalted places. I'll break in pieces the doors of bronze. Praise the Lord. മതി. Hallelujah. മലയാളത്തിൽ വായിച്ചു. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. He's telling to Cyrus. അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. I am holding his right hand to ensure that all the doors are open for my anointed. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് So I am seeing that difficult doors are coming in front of you. So I hold his hands, but I go before him and I break the difficult doors in front of you to ensure that my anointed will be blessed and he will ensure he will receive the blessing from God. അഭിഷിക്തന്റെ കയ്യെ പിടിച്ചിരിക്കുക. ഇതിനറിയാമോ? അവന്റെ മുമ്പിൽ കഥകൾ അടയാതിരിക്കേണ്ടതിനും തുറക്കേണ്ടതിനും ഇരുമ്പോടാമ്പലുകളും താമ്ര കഥകളുമായി എല്ലാത്തിനെയും തകർത്ത് ആമേൻ അവനെ മുൻപോട്ട് നടത്തേണ്ടതിനും. Why you open the door for Cyrus? അതാ നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ 44 ലാസ്റ്റ് വേഴ്സ് ഒന്ന് വായിച്ചേ. യെശയ്യാ 44:20. കോരശന്റെ ഇടയൻ അവന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. Praise the Lord. Who says of Cyrus, Cyrus, he is my shepherd. He is my shepherd. And he shall fulfill all my purpose. He will fulfill all my purpose. Saying of Jerusalem, she shall be built, and of the temple your foundation shall be laid. Praise the Lord. He is the part of the God's ministry.
He is not a member of the God's ministry. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. He was a part. നമ്മൾ ആരാ? You are coming to a church. How much you are involved in God's ministry? We are coming, we are going. We are coming, we are going. How the things are arranged here. How the things are moving in the church. I'm very sad to say, I'm not receiving a single call from anyone asking how the things are going in the church. I'm not talking about the money. How much I am involved in God's ministry. Amen. Praise God. ഇതൊക്കെ ആര് അറേഞ്ച് ചെയ്യും? ഇവിടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു? We don't want spectators. He is my shepherd. He will fulfill my all purpose. He will lay a foundation and he build the church. He is the part of God's ministry. Praise God. If you come and clean the church, it's a part of the God's ministry. If you are giving a transport, it's a part of the God's ministry. The small thing you are doing be a part of the God's ministry. Praise the Lord. ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെന്ത് ചെയ്യും? വെള്ളിയാഴ്ച വരുന്നു, ഇരിക്കുന്നു, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. എനിക്ക് വേണ്ടി ആരും ഇവിടെ വരരുത്. എനിക്ക് വേണ്ടി വന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. You are here because of your Father. Amen. What I can do for God today. What I can do for God today. Why Cyrus became a shepherd? He proved, if it is foundation, I will be there. If it is a construction, I will be there. If it is to run the church, I will be there. The part of my Father's ministry. I am a part of the body of Christ. ആ മനോഭാവം നമ്മളിൽ വരണം. ദൈവത്തിന് സ്തോത്രം. Praise God. Hallelujah. Hallelujah. ദൈവം അംഗീകരിക്കണമെങ്കിൽ, ദൈവം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, you have to prove you are a part of God's ministry. If you are a member of the church, you are 100% failure. ഈ സഭയുടെ മെമ്പർ ആണ് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഞാൻ ദൈവവേലയുടെ ഭാഗമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ജയാളികളായി മാറി. സ്തോത്രം. Praise the Lord. If you make a call to your sister or brother, how you are going to church, how it is transported, if you are a single call, you are a part of the ministry. Hallelujah. ചർച്ചിന് വിസിറ്റിംഗ് പ്രൊഫസേഴ്സിനെ വേണ്ട. കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, ആരെ വേണം? ലേബേഴ്സിനെ വേണം. ഹല്ലേലൂയ. ആമേൻ. There is only one professor. His name is Jesus Christ. There is only one leader. His name is Jesus Christ. Amen. Praise God. We are, amen, the laborers of God, Son of God. അവന് വേല ചെയ്യുന്നവരാ. ദൈവത്തിന് സ്തോത്രം. ആ വേലക്കാരനാണോ നീ? അതോ വേലയുടെ ഭാഗമാണോ നീ? നിനക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോയി. Praise God. See, minimum I will come here by 7:30 or 7:15 because I have to arrange many things. Praise God. If nobody will come, I will come till God give the grace. No complaint. But I want to see everyone to be blessed, be part of God's ministry without anyone compelling you. As Paul saying, I push myself, I press myself to complete my destiny. Hallelujah. കോരശന്റെ ഇടയന അവൻ അടിസ്ഥാനം ഇടുമ്പോഴും അവൻ പണിയുമ്പോഴും സഭയെ നയിക്കുമ്പോഴും ഞാൻ അവന്റെ വലം കരുത്തി പിടിച്ചിരിക്കുക. കാരണം അവൻ വിശ്വസ്തനാ. സ്തോത്രം. Be faithful to God. Hallelujah. Hallelujah. Bileam, when he was moving against the God's will, he was moving against the God's will. Praise God. No one is there to tell them. അവിടെ ദൈവം എന്ത് ചെയ്തു?
ഒരു കഴുതയുടെ വായ എന്ത് ചെയ്തു? തുറന്നു. He opened a mouth of a donkey. എന്നിട്ട് എങ്ങനെ കഴുത സംസാരിച്ചത്? ബെബെബെ എന്നല്ല. ബൈബിള് പറയുന്നു ആ കഴുതയുടെ ശബ്ദം മനുഷ്യന്റെ വാക്കായി മാറി. The voice of the donkey is not like the voice of donkey. He speak like a man to the anointed. വഴിതെറ്റിപ്പോയവനെ നേർവഴി നടത്തുവാൻ കഴുത എന്തായി മാറി? Become the part of God's ministry. നീ കഴുതയാണോ? നിന്നെ ഉപയോഗിക്കും കർത്താവ് God's ministry. Amen. You feel I am good for nothing. You are selected for God's ministry. Praise God. Amen. Be for God, not for any church or any group. Live a life for God. Amen. അവിടെയാണ് പറയുന്നത് I am going to open a door for you. ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് പറയുക, He is going to open a door. No one can close. It will be opened. It will be opened. He commanded, it will happen. But today, change your spiritual attitude. I will be the part of the ministry. I will never deny your name. I will be committed and obedient child of God. I will live a life, be a part of God's ministry. ദൈവത്തിനായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വയം ചിന്തിക്കണം. I have to think myself what I can do. What I can do. Praise God. Praise God. Do it. God is going to do wonderful things, miracles in your life. It will be a testimony very soon. You will proclaim the testimony of this message. ഈ സന്ദേശത്തിന്റെ ഒരു സാക്ഷ്യം നിന്റെ ആദരം കൊണ്ട് നീ പറഞ്ഞിരിക്കും. നിനക്ക് വേണ്ടി അവൻ വഴികൾ തുറക്കുന്നു, വാതിൽ തുറക്കുന്നു. Amen. He commanded to the clouds, and which is never be opened until now, it is going to open for you, and he will do that. It will be a miracle. എഴുതിക്കാൻ പ്രാർത്ഥിക്കാം.